JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വുമൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ പരീക്ഷ ഈ മാസം 27-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിനി ആകെ ലഭിക്കുന്നത് 9 ദിവസം കൂടി മാത്രമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ വാങ്ങേണ്ടതാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം? താഴെ പറയുന്നവയിൽ ഏതാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. മനുഷ്യന്റെ പെരുമാറ്റത്തെയും മാനസിക പ്രക്രിയകളെയും മനസ്സിലാക്കുക, അതാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ പെരുമാറ്റം, അവരുടെ ചിന്തകള്, വികാരങ്ങള്, പ്രചോദനങ്ങള് തുടങ്ങിയ മാനസിക പ്രക്രിയകളെ ശാസ്ത്രീയമായി പഠിക്കുക എന്നതാണ്. ഈ അറിവ് പിന്നീട് പെരുമാറ്റം പ്രവചിക്കാനും മാനസിക പ്രശ്നങ്ങളെ ചികിത്സിക്കാനും സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകാനും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മനുഷ്യന്റെ പെരുമാറ്റത്തെയും മാനസിക പ്രക്രിയകളെയും മനസ്സിലാക്കുക എന്നാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ബ്ലാക്ക് ബോക്സ് മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഏത് ചിന്താധാരയാണ്? ബ്ലാക്ക് ബോക്സ് മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഏത് ചിന്താധാരയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. വ്യവഹാരിതവാദം. വ്യവഹാരിതവാദം, ബിഹേവിയറിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. വ്യവഹാരിതവാദം എന്നത് നിരീക്ഷിക്കാൻ കഴിയുന്ന പെരുമാറ്റത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ് എന്ത്? വ്യവഹാരിതവാദം എന്നത്. ചിന്തകള്, വികാരങ്ങള് തുടങ്ങിയവ ആന്തരിക മാനസിക പ്രക്രിയകളെ അവർ ബ്ലാക്ക് ബോക്സ് ആയി കണക്കാക്കുന്നു. അതായത് നേരിട്ട് പഠിക്കാൻ കഴിയാത്തതും അതിനാൽ പഠനത്തില് പ്രസക്തമല്ലാത്തതും. അപ്പോൾ വ്യവഹാരിതവാദം എന്നത് നിരീക്ഷിക്കാൻ കഴിയുന്ന പെരുമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട പ്രധാന ആശയം? താഴെ പറയുന്നവയിൽ ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട പ്രധാന ആശയം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട പ്രധാന ആശയം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്ന് കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ്? മനഃശാസ്ത്രത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. അബോധ മനസ്സാണ് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും ശക്തമായി സ്വാധീനിക്കുക എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വച്ചു. അപ്പോൾ ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട പ്രധാന ആശയം? അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക ഉത്തേജകത്തോട് ഉള്ള സ്വാഭാവിക പ്രതികരണത്തെ മറ്റൊരു പുതിയ ഉത്തേജകവുമായി ബന്ധിപ്പിച്ച് പഠനം നടക്കുന്ന പ്രക്രിയ ഏതാണ്? ഒരു പ്രത്യേക ഉത്തേജകത്തോടു കൂടിയുള്ള സ്വാഭാവിക പ്രതികരണത്തെ മറ്റൊരു പുതിയ ഉത്തേജകവുമായി ബന്ധിപ്പിച്ച് പഠനം നടക്കുന്ന പ്രക്രിയ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതായത് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കുന്ന ഉത്തേജകത്തെ, ഉദാഹരണമായിട്ട് ഭക്ഷണം, ഉമിനീര്, ഒരു പുതിയ നിഷ്പക്ഷ ഉത്തേജകവുമായിട്ട്, അതായത് മണിനാദം ആവർത്തിച്ച് ബന്ധിപ്പിക്കുന്നു. അങ്ങനെ പുതിയ ഉത്തേജകം മാത്രം കേൾക്കുമ്പോഴും അതേ പ്രതികരണം ഉണ്ടാകാൻ തുടങ്ങുന്നു. അതായത് ഉമിനീര് ഉണ്ടാകാൻ
തുടങ്ങുന്നു. അപ്പോൾ അതാണ് ഒരു പ്രത്യേക ഉത്തേജകത്തോടുള്ള സ്വാഭാവിക പ്രതികരണത്തെ മറ്റൊരു പുതിയ ഉത്തേജകവുമായി ബന്ധിപ്പിച്ച് പഠനം നടക്കുന്ന പ്രക്രിയയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിൽ നടക്കുന്ന കാര്യം എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിൽ ഒരു സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കുന്ന ഉത്തേജകത്തെ ഒരു പുതിയ നിഷ്പക്ഷ ഉത്തേജകവുമായി ആവർത്തിച്ച് ബന്ധിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഓർമ്മയുടെ ഒരു പ്രധാന ഘട്ടം അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഓർമ്മയുടെ ഒരു പ്രധാന ഘട്ടം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, വിസ്മരിക്കൽ, ഫോർഗെറ്റിംഗ്. വിസ്മരിക്കൽ അതായത് ഓർമ്മയുടെ പ്രധാന ഘട്ടങ്ങൾ വിവരങ്ങൾ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എൻകോഡിംഗ്, വിവരങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണം, ആവശ്യമുള്ളപ്പോൾ ഓർത്തെടുക്കുന്ന വീണ്ടെടുക്കൽ എന്നിവയാണ്. വിസ്മരിക്കൽ എന്നത് ഓർമ്മയുടെ ഒരു ഘട്ടമല്ല, മറിച്ച് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് ഫോർഗെറ്റിംഗ്, വിസ്മരിക്കൽ എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തികൾ അവരുടെ പെരുമാറ്റത്തിന് കാരണങ്ങൾ കണ്ടെത്തുന്ന പ്രക്രിയയെ മനഃശാസ്ത്രത്തിൽ എന്തു പറയുന്നു? വ്യക്തികൾ അവരുടെ പെരുമാറ്റത്തിന് കാരണങ്ങൾ കണ്ടെത്തുന്ന പ്രക്രിയയെ മനഃശാസ്ത്രത്തിൽ എന്തു പറയുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ആരോപണം, ആട്രിബ്യൂഷൻ. അതായത് ഈ ആരോപണ സിദ്ധാന്തം, ആട്രിബ്യൂഷൻ തിയറി അനുസരിച്ച് ആളുകൾ സ്വന്തം പെരുമാറ്റങ്ങൾക്കും മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾക്കും കാരണങ്ങൾ നൽകുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ കാരണങ്ങൾ ആന്തരികമോ, അതായത് വ്യക്തിത്വം മനോഭാവം അനുസരിച്ചോ, ബാഹ്യമോ, അതായത് അപ്പോഴത്തെ സാഹചര്യമോ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലോ ആവാം. അതാണ് ആരോപണ സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ മാനസിക വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ഒരു വ്യക്തിയുടെ മാനസിക വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ആർക്കൊക്കെ അറിയാം ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, വികാസ മനഃശാസ്ത്രം, ഡെവലപ്മെന്റൽ സൈക്കോളജി. വികാസ മനഃശാസ്ത്രം എന്നത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ശാരീരികവും വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ മാറ്റങ്ങളെയും വളർച്ചയെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ്. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം, വികാസ മനഃശാസ്ത്രം എന്നത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ശാരീരികവും വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ മാറ്റങ്ങളെയും വളർച്ചയെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രശസ്തമായ ബോബോ ഡോൾ പരീക്ഷണം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രശസ്തമായ ബോബോ ഡോൾ പരീക്ഷണം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, നിരീക്ഷണാത്മക പഠനം, ഒബ്സർവേഷണൽ ലേണിംഗ്. അതായത് ആൽബർട്ട് ബന്ദൂരയുടെ ബോബോ ഡോൾ പരീക്ഷണം കുട്ടികൾ മറ്റുള്ളവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും പഠിക്കുന്നു എന്ന് തെളിയിച്ചു. ഇതിനെയാണ് നിരീക്ഷണാത്മക പഠനം അല്ലെങ്കിൽ സാമൂഹിക പഠനം എന്ന് പറയുന്നത്. ആൽബർട്ട് ബന്ദൂരയുടെ ബോബോ ഡോൾ പരീക്ഷണം കുട്ടികൾ മറ്റുള്ളവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും പഠിക്കുന്നു എന്ന് തെളിയിച്ചു. ഇതിനെയാണ് നിരീക്ഷണാത്മക പഠനം അല്ലെങ്കിൽ സാമൂഹിക പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? നിരീക്ഷണാത്മക പഠനം, ഒബ്സർവേഷണൽ ലേണിംഗ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഹയറാർക്കി ഓഫ് നീഡ്സ് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഏതാണ്? എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ശാരീരിക ആവശ്യങ്ങൾ, സൈക്കോളജിക്കൽ നീഡ്സ്. അതായത് മാസ്ലോയുടെ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ഒരു ശ്രേണിയുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനപരവും ശക്തവുമായ ആവശ്യങ്ങളാണ് ഭക്ഷണം, വെള്ളം, വായു, ഉറക്കം തുടങ്ങിയവ ശാരീരിക ആവശ്യങ്ങളാണ്.
ഇവ തൃപ്തിപ്പെട്ടാൽ മാത്രമേ ഉയർന്ന തലത്തിലുള്ള ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുകയുള്ളൂ. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ശാരീരിക ആവശ്യങ്ങൾ. ഫിസിയോളജിക്കൽ നീഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ചിന്ത, ഓർമ്മ, ഭാഷ, പ്രശ്നപരിഹാരം തുടങ്ങിയ മാനസിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ചിന്ത, ഓർമ്മ, ഭാഷ, പ്രശ്നപരിഹാരം തുടങ്ങിയ മാനസിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, വൈജ്ഞാനിക മനഃശാസ്ത്രം, കോഗ്നിറ്റീവ് സൈക്കോളജി. അതായത് വൈജ്ഞാനിക മനഃശാസ്ത്രം എന്നത് വിവരങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, സംഭരിക്കുന്നത്, ഉപയോഗിക്കുന്നത് തുടങ്ങിയ ആന്തരിക മാനസിക പ്രക്രിയകളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നു. അപ്പോൾ എന്താണ് വൈജ്ഞാനിക മനഃശാസ്ത്രം എന്നത്? വിവരങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സംഭരിക്കുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ ആന്തരിക മാനസിക പ്രക്രിയകളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നു. അപ്പോൾ ചിന്ത, ഓർമ്മ, ഭാഷ, പ്രശ്നപരിഹാരം തുടങ്ങിയ മാനസിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? വൈജ്ഞാനിക മനഃശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ പെരുമാറ്റം, ചിന്തകള്, വികാരങ്ങള് എന്നിവയെ സാമൂഹിക സാഹചര്യങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ഒരു വ്യക്തിയുടെ പെരുമാറ്റം, അതുപോലെ തന്നെ ചിന്തകള്, അതുപോലെ തന്നെ വികാരങ്ങള് എന്നിവയെ സാമൂഹ്യ സാഹചര്യങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സാമൂഹിക മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കോളജി. ഈ സാമൂഹിക മനഃശാസ്ത്രം വ്യക്തികൾ എങ്ങനെയാണ് പരസ്പരം ചിന്തിക്കുന്നതെന്നും സ്വാധീനിക്കുന്നതെന്നും ബന്ധപ്പെടുന്നതെന്നുമൊക്കെ ശാസ്ത്രീയമായി പഠിക്കുന്നു. സാമൂഹിക ധാരണ, സാമൂഹിക സ്വാധീനം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഷീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് വസ്തുക്കൾ കൺമുന്നിൽ നിന്നും മാറിയാലും അവ നിലനിൽക്കുന്നു എന്ന ധാരണ ഏത് ഘട്ടത്തിലാണ് കുട്ടി ആർജിക്കുന്നത്? ഷീൻ പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തം അനുസരിച്ച് വസ്തുക്കൾ കൺമുന്നിൽ നിന്നും മാറിയാലും അവ നിലനിൽക്കുന്നു എന്ന ധാരണ ഏത് ഘട്ടത്തിലാണ് കുട്ടി ആർജിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, സംവേദക ചാലക ഘട്ടം. സംവേദക ചാലക ഘട്ടം, സെൻസോറി മോട്ടോർ സ്റ്റേജ്. പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് ജനനം മുതൽ ഏകദേശം 2 വയസ്സുവരെയുള്ള സംവേദക ചാലക ഘട്ടത്തിലാണ് ശിശുക്കൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ആശയം വികസിപ്പിച്ചെടുത്തത്. അതായത് ഒരു വസ്തു കാഴ്ചയിൽ നിന്ന് മറഞ്ഞാലും അവ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അതാണ് പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ചുള്ള സംവേദക ചാലക ഘട്ടം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വ്യക്തിയുടെ സാമൂഹിക പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഒരു വ്യക്തിയുടെ സാമൂഹിക പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സാമൂഹിക മാനദണ്ഡങ്ങൾ, സോഷ്യൽ നോംസ്. ഈ സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള അംഗീകരിക്കപ്പെട്ട നിയമങ്ങളും പ്രതീക്ഷകളുമാണ്. ഇത് വ്യക്തികളുടെ സാമൂഹ്യ പെരുമാറ്റത്തെ കാര്യമായി സ്വാധീനിക്കുന്നു. ജനിതക ഘടനയും വ്യക്തിത്വ പ്രധാനമാണെങ്കിലും സാമൂഹിക സാഹചര്യവും അതിലെ മാനദണ്ഡങ്ങളും പെരുമാറ്റത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു.
അപ്പോൾ ഇതാണ് സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നാല്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രശ്നം പരിഹരിക്കാൻ പെട്ടെന്ന് ഒരു പുതിയ ഉൾക്കാഴ്ച ലഭിക്കുന്ന പഠന രീതി ഏതാണ്? ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ പെട്ടെന്ന് ഒരു പുതിയ ഉൾക്കാഴ്ച ലഭിക്കുന്ന പഠന രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഉൾക്കാഴ്ച പഠനം. അതായത് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഉൾക്കാഴ്ച പഠനത്തിൽ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു പ്രശ്നത്തിന്റെ ഘടന മനസ്സിലാക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇവിടെ മുൻപരിചയമോ ക്രമേണയുള്ള ശ്രമങ്ങളോ അല്ല, മറിച്ച് ഒരു ഹാ നിമിഷത്തിലൂടെയാണ് പരിഹാരം ലഭിക്കുന്നത്. അതാണ് ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രാഥമിക വികാരം അല്ലാത്തത്? പ്രൈമറി ഇമോഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഒരു പ്രാഥമിക വികാരം അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കുറ്റബോധം. അതായത് ഈ പ്രാഥമിക വിവരങ്ങൾ സാർവത്രികവും ജന്മസിദ്ധവുമാണ്. സന്തോഷം, ദുഃഖം, ഭയം, കോപം, വെറുപ്പ്, ആശ്ചര്യം എന്നിവ സാധാരണയായിട്ട് പ്രാഥമിക വികാരങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. കുറ്റബോധം പോലുള്ള വികാരങ്ങൾ സാമൂഹികവും സാംസ്കാരികവുമായ സ്വാധീനങ്ങളാൽ രൂപം കൊള്ളുന്ന ദ്വിതീയ വികാരങ്ങളാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, കുറ്റബോധം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ സ്ഥിരമായ ചിന്താരീതികൾ, വികാരങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവയുടെ സവിശേഷമായ പാറ്റേൺ എന്താണ് അറിയപ്പെടുന്നത്? ഒരു വ്യക്തിയുടെ സ്ഥിരമായ ചിന്താരീതികൾ, വികാരങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവയുടെ സവിശേഷമായ പാറ്റേൺ എന്താണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വ്യക്തിത്വം, പേഴ്സണാലിറ്റി. അതായത് ഒരു വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ തനതായ സ്വഭാവ സവിശേഷതകളുടെയും പെരുമാറ്റ രീതികളുടെയും ആകെത്തുകയാണ്. ഇത് വ്യക്തി കാലക്രമേണ സ്ഥിരത പുലർത്തുകയും വിവിധ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പ്രവചിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതാണ് വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ലക്ഷ്യം നേടാൻ പ്രവർത്തിക്കാനുള്ള ആന്തരിക പ്രേരണ എന്താണ് അറിയപ്പെടുന്നത്? ഒരു ലക്ഷ്യം നേടാൻ പ്രവർത്തിക്കാനുള്ള ആന്തരിക പ്രേരണ എന്താണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പ്രചോദനം. അതായത് മോട്ടിവേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രചോദനം എന്നത് ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ ഒരു വ്യക്തിയെ പ്രവർത്തിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ആന്തരിക ഊർജമാണ്. ഇത് ആവശ്യങ്ങള്, ആഗ്രഹങ്ങള്, ലക്ഷ്യങ്ങൾ എന്നിവയിൽ നിന്ന് ഉത്ഭവിക്കാം. അതാണ് പ്രചോദനം എന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ ഒരു വ്യക്തിയെ പ്രവർത്തിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു ആന്തരിക ഊർജമാണ്. അപ്പോൾ ഒരു ലക്ഷ്യം നേടാൻ പ്രവർത്തിക്കാനുള്ള ആന്തരിക പ്രേരണ എന്താണ് അറിയപ്പെടുന്നത്? പ്രചോദനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്നാ പറയുന്നത്? മോട്ടിവേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.